ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചുണ്ടായ ചടങ്ങിൽ പല മുൻകാല സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതും കോൺഗ്രസ് നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ട് മറിയ ഉമ്മന്റെ പ്രസ്താവനയുമാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. സോളാർ വിവാദം കത്തി നിൽക്കുന്ന സമയം ഒരാൾ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയിരുന്നു. KPCC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരാളുടെ ബ്ലാക്ക്മെയിലിൽ വീണുപോയി. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത് ബാലകൃഷ്ണ പിള്ളയല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. തന്നെ ആരാണ് ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന് അദ്ദേഹം മരിക്കും വരെ തുറന്നു പറഞ്ഞിരുന്നില്ല. സോളാർ വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജോൺ മുക്കണ്ടയം എഴുതിയ സോളാർ വിശേഷത്തിലൂടെ ഈ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച പുസ്തകത്തിൽ പ്രതിപാദിച്ചത് ഇങ്ങനെയാണ്: എല്ലാം കഴിയുമ്പോൾ ഒരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നു. ബലാത്സംഗ കേസിൽ ഉമ്മൻചാണ്ടിയെ പ്രതി ചേർക്കുമെന്ന് പറഞ്ഞ ദിവസം രാത്രി ഉമ്മൻചാണ്ടി താൻ ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ ബ്ലാക്ക്മെയിലിന് വഴങ്ങിയെന്ന് പറഞ്ഞു. അത് ആരെക്കുറിച്ചായിരുന്നു എന്ന ചോദ്യം എന്നോട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ചോദിച്ചതുമില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം അടുപ്പമുള്ള ഒരാളോട് വെളിപ്പെടുത്തി. താൻ സംശയിക്കുന്നത് പോലെ അത് ഗണേഷ് കുമാർ അല്ല. ആ ബ്ലാക്ക്മെയിലിംഗ് നടത്തിയത് കഥയിലെ കഥാനായിക തന്നെയാണ്. പശ്ചാത്തലം ഇങ്ങനെ: എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബിജു രാധാകൃഷ്ണനെ കാണുകയും അത് ഇവിടെ സോളാർ നായിക ഗണേഷ് പെൻഡത്തെ കുറിച്ച് ബിജു പരാതി പറയുകയും ചെയ്തതിന് ശേഷമായിരുന്നു അത്. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞതിന്റെ നിജസ്ഥിതി അറിയാൻ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പേഴ്സണൽ സ്റ്റാഫ് വഴി സോളാർ നായികയെ വിളിക്കുന്നു. ഗണേഷുമായുള്ള ബന്ധത്തിന്റെ കാര്യം പുറത്തു പറഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അവർ കരയുന്നു. അതായിരുന്നു ഇത്രേ ഉമ്മൻചാണ്ടിക്ക് വഴങ്ങേണ്ടി വന്ന ബ്ലാക്ക്മെയിലിംഗ്. അതിനുശേഷമാണ് പോലീസ് രേഖകളിൽ കഥാനായിക വേറെ പേരിൽ വരുന്നതും ആ പേരിൽ വഞ്ചനാ കേസുകളിൽ പ്രതിയാകുന്നതും. അങ്ങനെ ആ രഹസ്യത്തിന്റെ ചുരുളഴിയുകയാണ്. അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ചടങ്ങിൽ സംസാരിക്കവേ മറിയ ഉമ്മൻ നേതാക്കളെ വിമർശിച്ചിരിക്കുകയാണ്. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉമ്മൻചാണ്ടിയെ ഒറ്റപ്പെടുത്തിയെന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മരണശേഷം തന്നെ ആശ്വസിപ്പിക്കുന്നതിനായി ഒരുപാട് പേരുണ്ടായി. എന്നാൽ ആരോപണങ്ങൾ നേരിട്ടപ്പോൾ കൂടെ ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായില്ല. സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതിരുന്നത് സ്ത്രീ വിഷയത്തിൽ രാജിവെച്ചു എന്ന ചീത്തപ്പേര് ഉണ്ടാകാതിരിക്കാനാണെന്നും മറിയ ഉമ്മൻ പറഞ്ഞു.